guys, welcome back to my YouTube channel. അപ്പോൾ guys, ഇന്ന് നമ്മൾ ക്ലേയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് സോയിൽ ക്ലേ ആണ് ഉണ്ടാക്കിയതാണ്. അടുത്ത മണ്ണിൽ വെച്ച് നമുക്ക് അത് വെച്ച് ഒരു അവക്കാഡോ ഉണ്ടാക്കിയാലോ. അപ്പോൾ guys, നമ്മൾ ക്ലേ നല്ലപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഒരു അവക്കാഡോ ഷേപ്പ് ആക്കാം. ഷേപ്പ് ഇടാൻ കുറച്ച് പാടാണ് guys. നമ്മൾ ഇപ്പം ഇങ്ങനെ ആയിട്ട് ഉള്ളൂ, നമുക്ക് അത്രയ്ക്ക് കറക്റ്റ് ആയിട്ടില്ല. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു കുടിൽ ക്ലൗഡ് ആണെന്ന് തോന്നുന്നു, ഏതൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഒരു അവക്കാഡോ ഒരു ആർക്ക് എന്നും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ അത് അവിടെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും വലുത് വേണ്ട, നമ്മൾ കുഞ്ഞായിട്ടാണ് ചെയ്യണത്. ഒരു മിനിയേച്ചർ അവക്കാഡോ ഒന്ന് കുറച്ച് പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയ ശേഷം ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊക്കെ അവക്കാഡോൻ്റെ അടുക്ക് ഒരു വട്ടം വരില്ലേ, അതിനാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്കിത് മാറ്റിയേക്കാം. പക്ഷെ നമുക്ക് ഇത് അവക്കാഡോ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബ്രഷ് ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് ഇങ്ങനെ ചിലപ്പോൾ ഈ വെള്ളം ഇങ്ങനെ എടുത്ത് സ്പ്രെഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചുളി വെക്കാണ്ട് ഇവിടെ ചുളി വെക്കുള്ളതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു അവക്കാഡോയുടെ ഷേപ്പായി. പക്ഷേ ചില ഈ ചുളിയൊക്കെ ഉണ്ട്, അത് മനുഷ്യനായ എല്ലാവർക്കും ഉണ്ട് തന്നെ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നിങ്ങൾ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്യണേ. കൊള്ളില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നല്ല ഇതൊന്നുമില്ല. നമുക്ക് ഈ ഉണ്ട വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ടയുടെ ഒരു ഇത് ചപ്പിച്ചാണ് വയ്ക്കണത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് കുറച്ച് പൊങ്ങിയിട്ട് നമുക്ക് ഇനി ഇവിടെ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു വരയ്ക്കാറുണ്ട്. അത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യും. ഈ ഒരു ഇതും ഇതേ കണക്കിന് ആവണം, അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമുക്കൊരു ഉണ്ടയുടെ ഷേപ്പാണ്, നമുക്കതിനകത്ത് വയ്ക്കാം. ഇവിടെ അല്ലേ വയ്ക്കാനുള്ള നമ്മൾ ആ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചരിഞ്ഞ് പോയിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഒന്നുകൂടെ എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ വെള്ളം വെച്ച് ഇവിടെ ഇതും ആക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇവിടെ ഒരു ഇങ്ങനത്തെ ഷേപ്പ് വേണ്ടി നമ്മളെ ഈ ഒരു സാധനം വെച്ച് നമുക്കത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളവിടെ കുറച്ച് നല്ലൊന്നും ആയിട്ടില്ലെങ്കിലും നമ്മൾ അത്രയും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത ഷോർട്സിൽ നമുക്ക് ഇത് ഉണങ്ങിയിട്ട് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കത് നല്ല ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയി ഉണക്കാൻ വയ്ക്കാം. ഞാൻ ഈ അവക്കാഡോ സോയിൽ ക്ലേയിൽ ഉണ്ടാക്കുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് കൊണ്ട് ഉണക്കാൻ വയ്ക്കാം. പിന്നെ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഷോർട്സ് ആയിട്ട്